ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബട്ടർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള ബട്ടറാണ് കേട്ടോ. വളരെ ഈസിയാണ്, ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇത് നമുക്ക് ബട്ടർ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ളത് നെയ്യാണ്. ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് നെയ്യ് ഞാൻ എടുക്കുന്നുണ്ട്. കറക്റ്റ് അളന്നിട്ടൊന്നല്ല എടുക്കുന്നത് കേട്ടോ. എത്ര അളവ് വേണമെങ്കിലും എടുക്കുക, അത് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിലേക്കൊരു 5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിന് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ സാവധാനം ചെയ്താൽ മതി, ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ആവും. ഒരു 5 മിനിറ്റ് പോലും നമ്മളിത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ നെയ്യിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഒരു ബട്ടറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നെയ്യെടുക്കുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് ബട്ടറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് വടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. ഒരു യെല്ലോ കളറും കൂടെ കുറച്ചുണ്ടല്ലോ ഒരു നെയ്യിൻ്റെ, അതും കൂടെ മാറുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ബട്ടറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പുള്ള ബട്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കളർ വേണമെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ ഒരു പിഞ്ച് കളർ ചേർത്ത് കൊടുക്കുക. കളർ ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള ഈ ഐസ് ക്യൂബ്സ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. മൊത്തം ഐസൊന്നും മെൽറ്റായി പോകില്ല കേട്ടോ, ബാക്കി ഉണ്ടാവും. അത് നമ്മൾ എടുത്തിട്ട് ഒഴിവാക്കണം. ഇതുപോലെ ചെയ്യാണ് നല്ലത്. നമ്മൾ മിക്സിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്സിയുടെ ആ ഒരു ബ്ലേഡിലും എല്ലാത്തിലും ഈ ഒരു ബട്ടർ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ബൗളിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ ഐസ് ക്യൂബ്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി വിസ്കിലുള്ളതൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിൽ, ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ബട്ടർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ബട്ടറിൻ്റെ എല്ലാ ആവശ്യത്തിനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. സ്പ്രെഡ് ചെയ്യാനോ അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യാനോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് നെയ്യുണ്ടെങ്കിൽ അപ്പക്ക് ചെയ്താൽ മതി. അതൊക്കെ ഓരോരുത്തർ സൗകര്യം പോലെ ചെയ്യാം. ഇനി ഞാനിത് നേരത്തെ ബട്ടർ കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പർ തന്നെ എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ബട്ടർ പേപ്പർ എടുക്കുക. ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലത്തെ ഒരു മോൾഡ് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങുന്ന ആ ഒരു ഇതിൽ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. നല്ല മെൽറ്റായിട്ടുള്ള നല്ല ബട്ടറാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ബൗളിൽ നിന്ന് വടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പറ്റും. നമുക്ക് ബട്ടറിൻ്റെ എന്ത് ആവശ്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഇത്ര ഈസി ആയിരുന്നു എന്നുള്ള കാര്യം. ഇനി നമുക്കിതൊന്ന് മടക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിയായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിത് കാണിക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമുക്ക് നെയ്യ് എപ്പോഴും എല്ലാവരും വീട്ടിലുണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. ഈ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് കാണിക്കാം. ഞാൻ നന്നായിട്ട് തന്നെ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ആയ സമയം കൊണ്ട് തന്നെ. ഇനി ഇത് നമുക്ക് പീസുകളാക്കിയിട്ട് എടുക്കണമെങ്കിൽ അതുപോലെ എടുക്കാം. സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് മെൽറ്റായതിന് ശേഷം സ്പ്രെഡ് ചെയ്താൽ മതി.
അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ മറ്റ് റെസിപ്പികളൊക്കെ കണ്ടു നോക്കുക. ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.